2 ബ്ലൗസ് തയ്ക്കണം. തയ്ക്കാലോ, അകത്തേക്ക് കയറൂ, അളവെടുക്കാം. അളവ് ബ്ലൗസ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ ഓണത്തിന് തയ്പ്പിച്ച ബ്ലൗസ് അല്ലേ, അത് ശരിയാവില്ല. ഓരോ ബ്ലൗസ് തയ്ക്കുമ്പോഴും അപ്പപ്പ അളവെടുക്കണം, എങ്കിലും നന്നാവൂ. അകത്തേക്ക് പൊക്കോളൂ, ഇങ്ങോട്ട് വരിക, അങ്ങോട്ട് പൊക്കോളൂ. ഞാൻ പിന്നാലെ ഉണ്ട്, കൊല്ലാനൊന്നും അല്ലല്ലോ. കൊച്ചാപ്പി എടുത്താ പോരെ? അവന് ബട്ടൺസ് തയ്ക്കാനല്ലേ അറിയൂ. ആശാന് ഞാൻ നന്നായിട്ട് എടുക്കാം. ആശാന് അമ്പലം പിന്നെ ആശാനെ അമ്മ ചേച്ചി വരുന്നുണ്ട്. ഓ, എന്നാ ഈ പ്രാവശ്യം അളവ് വേണ്ട, ബ്ലൗസ് മതി. ചെല്ലേ ചെല്ലേ. എന്ന് തരും? എന്നാ വേണേ തരാം, ചെല്ലേ. അമ്മൂട്ടിക്ക് ഇതിലേതാ ഇഷ്ടം? എന്തിനാ നീ പറയുന്നേ? ശരാ, എന്നാ ഇതുകൊണ്ട് നിനക്ക് ഞാൻ നല്ലൊരു ബ്ലൗസ് തയ്ച്ചു തരാം. ഇത് ഓരോരുത്തരും തയ്ക്കാൻ കൊണ്ടുവന്ന തുണിയല്ലേ, എനിക്കൊന്നും വേണ്ട. നീ ഇതിട്ട് നടന്ന നല്ല ചന്തായിരിക്കും. ആശാനെ അളവ് എടുക്കണോ? ഇടയ്ക്ക് സംസാരിക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ. ഇത് ഞാൻ നിനക്ക് തയ്ച്ചോണ്ട് വരും കേട്ടോ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? മാനെന്നും വിളിക്കില്ല, മയിലെന്നും വിളിക്കില്ല, മാടത്തെ പച്ചക്കിളിയെ നിന്നെ ഞാൻ പാടത്തെ പച്ച. എടാ കൊച്ചാപ്പി, എന്താടാ ഈ തുണിയിലൊക്കെ കൊച്ചു കൊച്ചു ഹോള്? അല്ല അതെന്തായിരിക്കും ആശാനെ? എടാ നീ ബീഡി വലിച്ചു കുത്തിയല്ലേടാ? അയ്യോ, ഞാൻ വലിയ നിർത്തി. എടാ കൊച്ചു കഴിവേരുടെ മോനെ, ഞാൻ അവർക്ക് നീ വേറെ തുണി മേടിച്ചു കൊടുക്കണല്ലോ. അങ്ങനെ നിന്നെ ഞാൻ ശരിയാക്കാം. സിഗരറ്റാ? ഓ, വിൽസ് പാക്കറ്റില് ചാർമിനാറാ? അതെ, ആശാന്റെ കടയ്ക്ക് ഒരു വെയിറ്റ് കിട്ടാൻ വേണ്ടിയല്ലേ. നിന്റെ ഒരു വെയിറ്റ്? ഓരോരോ കള്ളന്മാര്. വീട്ടിൽ പോയിട്ട് വരുന്ന വഴിയാ. അനിയത്തി പെണ്ണിനെ ഒരു നല്ല കാര്യം ഞാൻ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. സിനിമാ കൊട്ടയിലെ ഓപ്പറേറ്ററാ. കല്യാണം കഴിയുന്ന അന്ന് മുതലേ നിനക്കും നിന്റെ സ്വന്തം ഭാര്യയ്ക്കും ഫ്രീ സിനിമ കാണാനുള്ള സെറ്റപ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അടുത്ത വ്യാഴാഴ്ച ചെറുക്കനും കൂട്ടരും പെണ്ണ് കാണാൻ വരുന്നതിനുള്ള സെറ്റപ്പും ഉണ്ടാക്കിയിട്ടുണ്ട്. വലിയ സ്ത്രീധനമൊന്നും കൊടുക്കാത്ത തരത്തിലുള്ള സെറ്റ്. ഒരു കാര്യം, അവൾ എന്റെ ഭാര്യയുടെ അനുജത്തിയാ, എന്നാലും ഉള്ളത് ഞാൻ പറയും. തനിക്കും കൂടി അടി കൊള്ളാതിരിക്കാനുള്ള സെറ്റപ്പിന് വേണ്ടിയാ ഞാൻ ഈ പറയണത്. നീ കാര്യം എന്താ വെച്ചാൽ, അവൾക്ക് ഒരു ലവ് ഉണ്ട്, ഒരു പ്രേമം. നീയായിട്ട് അങ്ങനെ വെച്ചാൽ സാരില്ല, വീട്ടിലാവുമ്പോ ആരും അറിയില്ലെന്ന് വെക്കാം. ഇത് കേസ് കെട്ട് വേറെയാ. ആരാ ആരാ? ഒരു പോലീസുകാരനായി. നീ പറഞ്ഞത് നന്നായി. ഞാൻ ഇപ്പൊ തന്നെ ചെന്ന് ഒഴിവ് പറഞ്ഞ് ഈ മാറ്റാം. അവന്റെ അമ്മയുടെ ഒരു സെറ്റപ്പും ഒരു ഓപ്പറേറ്ററും. ഇതിനെന്തോ വില? 40 രൂപ. അയ്യോ, ഇത് എല്ലാത്തും കൂടെ 5 രൂപ. 5 രൂപയോ? ആ കൈ കൊണ്ടുപോയി വീട്ടിൽ ചെന്നേ മീനെ തട്ടെന്ന് പറഞ്ഞാൽ മതി. 5 രൂപ പോലും. എന്നാ ഒരു രൂപ പിടിച്ചോ. എന്തൊരു നാറ്റം. പോകുന്ന വഴിക്ക് ഒന്ന് കുളിച്ചിട്ട് പോ. അമ്മ വന്നോണ്ടാ, ഇല്ലെങ്കിൽ ഞാൻ ആ സ്ത്രീയോട് നല്ലപോലെ നല്ല പറഞ്ഞു. അയ്യോ, അതേതായാലും നന്നായി. ഇല്ലെങ്കിലേ ആ മീൻ മുഴുവൻ തലേ കമിഴ്ത്തിയേനെ. പഠിക്കാത്തതിന് പാറൂട്ടി ടീച്ചറുടെ തല്ല് എന്നും എനിക്ക് കൊള്ളുമായിരുന്നെങ്കിലും ഈ കുട്ടികളെ കാണുമ്പോഴാ ആ കാലം കഴിഞ്ഞതിൽ വിഷമം തോന്നുന്നത്. അല്ലേ തട്ടാക്കുട്ടി? ശരിയാ, കുട്ടികളായിരിക്കുമ്പോ തോന്നും വേഗം വലുതാവണമെന്ന്.
ഇപ്പൊ തോന്നുന്നു വേണ്ടായിരുന്നു. തട്ടാക്കുട്ടി മിടുക്കനായിരുന്നു, ഞാനൊരു മണ്ടിയും. തട്ടാക്കുട്ടി പഠിത്തം നിർത്തണ്ടായിരുന്നു. എനിക്ക് വലിയ ആശ ഉണ്ടായിരുന്നു, നമ്മളെ കണക്ക് പഠിപ്പിച്ച ഗോപാല സാറിനെ പോലെ ഒരു സാറാകണമെന്ന്. എന്നാ തട്ടിക്ക് പഠിക്കായിരുന്നേ. കണക്കില്ലായിരുന്നു. ഇപ്പോഴും ഓർക്കുന്നുണ്ട്, കുട്ടിയെ വിളിച്ചപ്പോ എന്റെ പുത്തൻ ചാശി ചോദിച്ചു, അത് എന്ത് ദേഷ്യമായിരുന്നു തട്ടാക്കുട്ടിക്ക്. എന്നിട്ടും അല്ല, തട്ടാക്കുട്ടി 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 എന്ന് ഒരു നോണെങ്കിലും വിളിച്ചു കാണും. എല്ലാരും എന്നെ ഉണ്ണീന്ന് വിളിക്കുന്നതിനേക്കാൾ അമ്മൂട്ടിനെ തട്ടാക്കുട്ടീന്ന് വിളിക്കുന്നത് കേൾക്കാനാ ഇന്നെനിക്കിഷ്ടം. അയ്യോ, കല്യാണം എവിടെ നിർത്തിട്ട് നടത്തണം നീ പറയണേ? നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായാലും എവിടുന്നെങ്കിലും കടവും വായ്പയും വാങ്ങി നമുക്കതങ്ങ് നടത്താം. ആ അച്ചുതൊട്ടാരോട് വാങ്ങിയിട്ടുള്ള മുതല് പോട്ടെ, പലിശ പോലും കൊടുത്തിട്ടില്ല. ആ പറയാൻ മറന്നു, ഇന്ന് ആ തട്ടാര് വന്നിരുന്നു. ഉവ്വോ, ഇത്തിരി പൊന്നും പൊടിയും ഒക്കെ എന്റെ കയ്യിലും ഉണ്ടല്ലോ. എല്ലാം കൂടി എടുത്ത് നമുക്ക് എങ്ങനെയെങ്കിലും അതങ്ങ് നടത്തണം. ഇങ്ങനൊരു കാര്യം ഒത്തു കിട്ടാനാ പാട്. ശാന്തേ, അമ്മൂനെ കുറിച്ച് എനിക്ക് വിചാരില്ലാന്നുണ്ടോ? എപ്പോഴും അവളാ എന്റെ മനസ്സിൽ. എന്റെ മനസ്സില് ഒരാലോചന ഇല്ലാതില്ല. എന്താ അത്? അല്ല, നിനക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നാണ് എന്റെ ഒരു ശങ്ക. ഭാർഗവേട്ടൻ നല്ലതല്ലേ ആലോചിക്കൂ. നല്ല കാര്യമാണെങ്കിൽ നമുക്കത് നടത്താം. പറയൂ ഭാർഗവേട്ട. ആലോചിച്ചിട്ട് അതേ ഒരു വഴി കാണുള്ളൂ. അല്ല, അതുകൊണ്ട് എനിക്കും നിനക്കും അമ്മൂനും ഒരു കുഴപ്പവും ഉണ്ടാവില്ല. കല്യാണം കഴിഞ്ഞു എന്ന് വെച്ചിട്ട് കടം കയറി പെരുകൂല്ല. എന്താണെന്ന് വെച്ചാ തുറന്നു പറ ഭാർഗവേട്ട. പറയാം. ഒരു പുണ്യപ്രവൃത്തിയും നമ്മുടെ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നതെന്ന് നീ കരുതണം. മനസ്സാ വാചാ കർമ്മണ ഈ ഭാർഗവേട്ടന് വേറെ ഒരു ഉദ്ദേശവും ഇല്ല. അമ്മൂനെ ഞാൻ തന്നെ അങ്ങോട്ട് കെട്ടിയാലെന്താ? ഇതിത്ര വലിയ കാര്യമൊന്നുമില്ല. നാട്ടിലൊക്കെ സാധാരണ നടക്കുന്ന സംഭവാ. നമുക്കാണെങ്കിൽ ഒരാൺകുട്ടിയില്ല. ഇനി തൊട്ട് നിനക്കതിന് കഴിയൂല. എന്റെ കാലശേഷം നമ്മുടെ കടയൊക്കെ നോക്കാൻ ഒരാള് വേണ്ടേ? എല്ലാം ഈശോന്ന് കരുതിയാ മതി. പൊന്നും പുടവയും തന്ന് നിന്നെ കെട്ടിച്ചയക്കാൻ ഈ ചേച്ചിക്കാവില്ല കുട്ടി. മോളെ, ഈ ചേച്ചിക്ക് ഇനി നിന്നോടൊന്നേ പറയാനുള്ളൂ. നിനക്ക് ഇഷ്ടമുള്ള ആരുടെ കൂടെ വേണമെങ്കിലും ഒളിച്ചു പൊയ്ക്കോ. മനസ്സും ശരീരവും മരവിച്ച് ഈ ചേച്ചിക്ക് ഇത്രയേ ചെയ്യാൻ കഴിയൂ.